1960-കളിൽ 8 ലക്ഷം ഹെക്ടർ കൃഷിഭൂമി ഉണ്ടായിരുന്ന കേരളത്തിൽ 2006-2007 കാലഘട്ടത്തിൽ 2.25 ലക്ഷം ഹെക്ടറായി ചുരുങ്ങിയിരിക്കുന്നു. ഭൂപരിഷ്കരണങ്ങൾ 1970 മുതൽ നടപ്പിലാക്കിയെങ്കിലും അതിൻ്റെ പ്രയോജനം കർഷകനല്ല ലഭിച്ചത്, മറിച്ച് ഇടനിലക്കാർക്കാണ് കിട്ടിയത്. 1970-കളിലാണ് കേരളത്തിൽ ഗൾഫ് ബൂം ആരംഭിക്കുന്നത്. ദാരിദ്ര്യം, മാറിവന്ന സാമൂഹിക കാഴ്ചപ്പാടുകൾ, വൈജ്ഞാനിക മുന്നേറ്റം എന്നിവയെല്ലാം ഗൾഫ് രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ മലയാളിയെ പ്രേരിപ്പിച്ചു. പണ്ടൊരു ജന്മി 4000-ഓ 5000-ഓ ചതുരശ്ര അടി സ്ഥലം വീട് വയ്ക്കാനായി അദ്ദേഹം ഉപയോഗിക്കുമ്പോൾ തത്തുല്യമായ സ്ഥലം അദ്ദേഹത്തിൻ്റെ പുരയിടത്തിൻ്റെ ഒരു ഭാഗത്ത് മാറ്റി ഒരു കാടിൻ്റെ ഒരു ചെറിയ പതിപ്പ്, അതാണ് കാവുകൾ. സകല ജീവജാലങ്ങൾക്കും ചേക്കേറാനും കൂടുകൂട്ടാനും വംശവർദ്ധനവും നടത്താനും ഒരിടം നമ്മൾ മാറ്റിവെച്ചിട്ടാണ് നമ്മൾ തറവാട്ടിൽ താമസിച്ചത്. കേരളത്തിലെ ജനവിഭാഗങ്ങളിൽ ഒരു നല്ല ശതമാനം ആളുകൾ ആഗോളവൽക്കരണം എന്ന ആശയവുമായി പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. ഇത്തരം പഴവർഗ്ഗങ്ങൾ ദീർഘകാലം കേടുകൂടാതിരിക്കുന്നതിന് തളിക്കുന്ന രാസപദാർത്ഥങ്ങളെ പറ്റിയുള്ള മുന്നറിയിപ്പുകളൊന്നും തന്നെ നമ്മെ ആശങ്കാകുലരാക്കുന്നില്ലെന്നുള്ളത് വിചിത്രമാണ്. പാർക്കിൻസൺസ് ഡിസീസ് അഥവാ മറവി രോഗം, അർബുദം, കുടൽപുണ്ണ് അഥവാ അൾസർ തുടങ്ങിയ മാരക രോഗങ്ങൾക്കും കാരണമാകുന്നു. നൂതനവും വിദേശീയവുമായ ഭക്ഷ്യവസ്തുക്കൾ സ്ഥാനം പിടിക്കുകയും ചെയ്തത് തദ്ദേശീയമായ ഭക്ഷ്യവിഭവങ്ങളുടെ ഉൽപാദനത്തെ കുറയ്ക്കുകയും ചെയ്തു. ഈ തീരപ്രദേശത്ത് കിടക്കുന്നതുകൊണ്ട് മത്സ്യസമ്പത്തുകൾ കൂടുതൽ കഴിക്കുന്നു നമ്മൾ. അതിലൂടെ നമുക്ക് കാൽഷ്യത്തിന്റെ അളവ് കൂടുതലാണ് വരുന്നത്. തരുണാസ്ഥികൾ ദൃഢമാകാനുള്ള സാധ്യത കൂടുതലാണ്. അതിനും തേങ്ങയുടെ ഈ HDL എന്ന കൊളസ്ട്രോൾ നമുക്ക് ഗുണം ചെയ്യും. മെച്ചപ്പെട്ട തൊഴിലവസരം, വിദ്യാഭ്യാസം, മികച്ച ജീവിത നിലവാരം തുടങ്ങി അനന്തര തലമുറയുടെ ഭാവിയെ കരുതി ഗ്രാമീണ ജനത നഗരത്തിലേക്ക് ചേക്കേറുകയാണ്. മഴക്കാലത്ത് പോലും വരണ്ട പുഴകളിൽ കുഴിയെടുത്ത് കുടിവെള്ളം തേടുന്ന മനുഷ്യരുടെ കാഴ്ച ഇന്ന് കേരളത്തിലെ നദീതീരങ്ങളിൽ സർവ്വസാധാരണമാണ്. ഒരു ഭാഗം കുത്തിയ വെള്ളമില്ല, ഇന്നേക്ക് വെള്ളം കിട്ടിയവിടെ പിന്നെ നാളേക്കില്ല. ൽ വയനാട്ടിൽ മാത്രം ഇപ്രകാരം 8.36 കോടി രൂപയുടെ കൃഷിനാശമുണ്ടായെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ തന്നെ 4 വിമാനത്താവളങ്ങളുള്ള ഈ കൊച്ചു സംസ്ഥാനത്ത് ഇനിയും സ്വകാര്യ വിമാനത്താവളങ്ങൾ വരുന്നത്രേ. നമുക്ക് വേണ്ടത് കൃഷിയിടങ്ങളാണോ വിമാനത്താവളങ്ങളാണോ എന്ന ചോദ്യം ഇവിടെ ഏറെ പ്രസക്തമാണ്. ഡീസലിൻ്റെ വില കൂടുതൽ മാസം തോറും കൂട്ടുന്നുണ്ട്, പെട്രോളിന് കൂടുന്നുണ്ട്, പിന്നെ മണ്ണെണ്ണയ്ക്ക് കൂടുന്നുണ്ട്, ഗ്യാസ് സിലിണ്ടറിന് കൂടുന്നുണ്ട്, ട്രാൻസ്പോർട്ടിന് കൂടുന്നുണ്ട്. പക്ഷേ കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് വില കൂടുന്നില്ല. ലോകത്തിലെ ഭക്ഷ്യവ്യവസ്ഥ ഗതാഗതത്തെ വൻതോതിൽ ആശ്രയിക്കുന്നത് ഇന്ധനങ്ങളുടെ ഉപഭോഗത്തെയും വർദ്ധിപ്പിച്ചു. വിളവ് വർദ്ധിപ്പിക്കാൻ കർഷകൻ ഉപയോഗിക്കുന്ന രാസവളങ്ങളിലെ അടിസ്ഥാന മൂലകങ്ങളായ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ നിർമ്മിക്കുന്നതും പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്നാണ്. കൂടിവരുന്ന കർഷകാത്മഹത്യയുടെ പ്രധാന കാരണം കാർഷിക മേഖലയിലെ ഈ സാമ്പത്തിക അരാജകത്വമാണ്. ആഗോളവൽക്കരണത്തിന്റെ പരിണതഫലം കൂടിയാണ് ഇത്. കർഷകന്റെ ഉൽപ്പന്നത്തിന് ന്യായമായ വില, കർഷകന്റെ വിളവിന് ഇൻഷുറൻസ് ഉണ്ടാക്കണം. അത് കഴിഞ്ഞാൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി വിപണനം നടത്തുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കണം. സംഭരിക്കാനുള്ള സംവിധാനം കർഷകന് കൊടുക്കണം. ഉപഭോക്താവിന് ഇടത്തട്ടുകാരനെ ഒഴിവാക്കി ന്യായമായ വിലയ്ക്ക് നൽകുവാനുള്ള സംവിധാനം ഉണ്ടാക്കുമ്പോൾ ഭക്ഷ്യസുരക്ഷ ഉറപ്പാണ്. ഭൂമിയിൽ ദൈവം നൽകിയിട്ടുള്ള ഒരു ഭയങ്കര ഒരു വസ്തു, ഭൂമിയിലെ ഒരു ജീവിയുണ്ട്. ആ ജീവി എന്ന് പറയുന്നത് മണ്ണര്. ഈ ഭൂമിയിലുള്ള സസ്യജാലങ്ങളുടെ ഏറ്റവും പ്രധാന കണ്ണി എന്ന് പറയുന്നത് വിരയാണ്. മണ്ണിന്റെ ആരോഗ്യമാണ് മനുഷ്യന്റെ ആരോഗ്യം. മണ്ണിന് ആരോഗ്യമുണ്ടെങ്കിൽ അതിൽ ചെടികളൊക്കെ ആരോഗ്യത്തോടെ വളരുകയും നല്ല ഫലം തരികയും ചെയ്യും. അത് കഴിക്കുന്ന ജീവജാലങ്ങൾക്കും മനുഷ്യനുൾപ്പെടെയുള്ള ജീവജാലങ്ങൾക്കും ആരോഗ്യം കിട്ടും.
താറാവെന്ന് പറയുമ്പോൾ അതിൻ്റെ കാഷ്ടം വളരെ മലിനീകരണമാണ് ഉള്ളത്. അതിനെ ഒഴിവാക്കിക്കൊണ്ട് ആ മലിന വസ്തുവിനെ ഉപയോഗപ്രദമാക്കുക എന്നുള്ളതാണ് നമുക്ക് ഇതിലൂടെ സാധ്യമായത്. ഈ കാണുന്ന ബയോഡൈനാമിക് കമ്പോസ്റ്റ് വളം 1 ഏക്കറിന് ആവശ്യമായ സമ്പൂർണ്ണ വളമാണ്. ഇതിൽ രാസവളങ്ങളോ രോഗങ്ങൾക്കെതിരായ രാസ കീടനാശിനികളോ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. എനിക്ക് മോള് വളർന്നു വരുമ്പോഴത്തേക്ക് എൻ്റെ മോളെ ഒരു കർഷക വനിതയാക്കി വളർത്തിയെടുക്കാനാണ്, മണ്ണിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യ സ്നേഹിയാക്കി വളർത്തിയെടുക്കാനാണ് ആഗ്രഹം. അല്ല ഡോക്ടറോ എഞ്ചിനീയറോ ആകുന്നതല്ല.